എന്ന് പറയുന്നത് കുട്ടികൾക്ക് 20, അഡൽട്ടിന് 30. കിഡ്സ് ഹാൻഡിൽ, പെഡൽ ബോട്ട്, അങ്ങനെ ഓരോന്നിനും ഗ്ലാസ് ബ്രിഡ്ജ് ഗൈസ്. തുരുമ്പെടുത്തിരിക്കും കൊണ്ടൊന്നുമില്ല, അല്ലെങ്കിൽ ഞാനും ഒന്ന് ഇറങ്ങും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലാണ്. തിരുവനന്തപുരത്തുള്ള ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലാണ്. കുട്ടികൾക്ക് പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെ. ഞാനിവിടെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. പണ്ട് ഇവിടെ വന്നപ്പോൾ ഒന്നുമില്ലായിരുന്നു, ചെറിയൊരു പാർക്കും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൻ്റെ ഫ്രണ്ട് ഗേറ്റ്. നമ്മൾ അകത്ത് കയറുമ്പോൾ തന്നെ അവിടെ ടൈമിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, 7:30 to 9 PM എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഫെസിലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ നല്ല അടിപൊളി ഗാർഡൻ ഒക്കെ കാണാം. അപ്പോൾ ഇവരുടെ എൻട്രി ഫീ എന്ന് പറയുന്നത് കുട്ടികൾക്ക് 20, അഡൽട്ടിന് 30 ആണ്. 1 ഡേ ഫുള്ള് നമുക്ക് ഇവിടെ നിൽക്കാം. പുറത്ത് പോയിട്ട് വന്നാലും നമുക്ക് ഇതിനകത്ത് ടിക്കറ്റ് ഉണ്ടെങ്കിൽ വീണ്ടും അത് വെച്ച് തന്നെ കയറാൻ പറ്റും. കയറുമ്പോൾ തന്നെ നമുക്കൊരു ആക്ടിവിറ്റി ഷീറ്റ് കാണാം, ഓരോന്നിനും റേറ്റ് ഒക്കെ സെപ്പറേറ്റ് എഴുതിയിട്ടുണ്ട് ഇവിടെ. പിന്നെ സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്യുന്നത് 1 hour 50 rupees ആണ്. അഡൽട്ടിനാണെങ്കിൽ 100. അത് ടൈമിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഓരോ ഷിഫ്റ്റ് അനുസരിച്ചാണ് വരുന്നത്. മോന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. എന്തായാലും സെറ്റപ്പ് കൊള്ളാം. അയ്യോ ഞാൻ വ്ളോഗ് കൊടുത്തോണ്ട് നടന്നാലേ അവിടെ ഒരാൾ എന്നെ തല്ലിക്കൊടുത്തു. അയ്യോ നല്ല സൗണ്ട്. അപ്പോൾ നമുക്ക് മുകളിലോട്ട് പോവാം. മുകളിലാണ് നമ്മുടെ ആക്ടിവിറ്റി സോണൊക്കെ ഉള്ളത്. എന്താണെന്ന് പോയി നോക്കിയിട്ട് വരാം. വെൽക്കം ടു ആക്ടിവിറ്റി. നമ്മളിപ്പോൾ ആക്ടിവിറ്റി സോണിലോട്ട് പോവുകയാണ്. ഇതൊരു കുന്നിൻ്റെ മുകളിലാണ്. കയറി പോകണം. നടക്കാൻ പറ്റുന്നവർ കയറുക, അല്ലെങ്കിൽ താഴെ ഇരിക്കുക. എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട്. സൗണ്ടും കിളികളുടെ സൗണ്ടും. വേണ്ടേ ഇത് കുറേ ഉണ്ടല്ലോ മമ്മി. കയറി ലിഫ്റ്റ് കാണോ അവിടെ. ഇവിടെ ഫിഷ് സ്പാ. സ്റ്റുഡൻസ് 100, സ്കൂളിന് അല്ലെങ്കിൽ 110 ആണ്. സോഫ്റ്റ് പ്ലേ. അപ്പം അതിൻ്റെ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റോപ്പ് ആക്ടിവിറ്റീസ്, കിഡ്സ് ആക്ടിവിറ്റീസ് കുറേ ഉണ്ട്. സിപ്പ് സൈക്കിൾ, ബർമ ബ്രിഡ്ജ്, ട്രീ സർഫിങ്, കിഡ്സ് ഹാൻഡിൽ, പെഡൽ ബോട്ട്, അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ വന്നപ്പോൾ ഇവിടെ അധികം തിരക്കൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ 250 ഒരു ചെറിയ പാക്കേജാണ് എടുത്തത്. അതിൽ നമുക്ക് 3 ഗെയിംസ് കളിക്കാം ഇഷ്ടമുള്ളത്. ഫുള്ളും വളയ്ക്കണ്ടാന്ന് കേട്ടോ. ഈ സംഭവമാണ് കണ്ടോണ്ടിരിക്കണം അകത്ത്. പക്ഷെ അവനത് റിയലായിട്ട് പോകുന്ന പോലെ ഫീൽ ചെയ്യും. ഇവിടെ വലിയവർക്ക് വേണ്ടിയിട്ട് കുറേ സംഭവങ്ങളുണ്ട്. ബാക്കിൽ കുറേ സംഭവങ്ങളുണ്ട് വലിയവർക്കും കുട്ടികൾ. അപ്പോൾ ഇവിടെ ആരും ഇല്ല. കുട്ടികൾ ഇന്ന് വർക്കിംഗ് ഡേയ്സിലാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കൊന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഇങ്ങനെ മേളിൽ കയറി ചാടി സംഭവം കുറേ ഉണ്ട്. അപ്പം നമ്മൾ താഴേക്ക് പോവുകയാണ്. അവിടെ നമുക്ക് സ്വിമ്മിംഗ് പൂളും വേറെ കുറേ സംഭവങ്ങളുണ്ട്. താഴോട്ട് പോയി നോക്കാം. ബാക്കി കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. പുതിയതായിട്ട് തുടങ്ങിയതാണ്. ഇതുവരെ സ്റ്റാർട്ടാക്കിയിട്ടില്ല. എല്ലാം പണിയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു, പക്ഷെ സ്റ്റാർട്ടാക്കിയിട്ടില്ല. ഇത് ഈ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഗൈസ്. ഇത് താഴെ കുറേ സ്വിമ്മിംഗ് പൂളുണ്ട്. ഇത് സിപ്പ് ലൈനാണ്. ഇതിങ്ങനെ പോവും. എന്തായാലും നമുക്ക് താഴേക്ക് പോവാം. ഇരിക്കാൻ നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഇവിടെ ഇരിക്കാനൊക്കെ നടന്ന് തളർന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാൻ, റെസ്റ്റ് എടുക്കാനൊക്കെ ഏരിയ ഉണ്ട്. സ്വിമ്മിംഗ് പൂൾ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. സ്വിമ്മിംഗ് ഡ്രസ്സുള്ളവരെ അകത്തോട്ട് കയറ്റും, അല്ലാത്തവരെ കയറ്റത്തില്ല. 1 hour 50 rupees. അത് കൊള്ളാമല്ലോ. വേണ്ട ഒരാൾ സ്വിമ്മിങ് സൂട്ടൊക്കെ ഇട്ട് വെള്ളത്തിൽ കളിക്കാൻ പോകണം. ഇവിടെ നിന്നാ മതിയേ, അങ്ങോട്ട് പോകരുത്. ഇങ്ങോട്ട് ആള് ഗ്ലാസ് ബ്രിഡ്ജ് കാണാം. ഇതിൻ്റെ മേളിൽ
ആഴം കുട്ടികൾക്ക് ഇതിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ പറ്റൂല, ആഴം ഉണ്ടെന്നോ. അതുകൊണ്ട് മാക്സിമം ഇവിടെ നിൽക്കാനേ പറ്റും. നമുക്ക് ഇവിടെ ഇരിക്കാം, അല്ലാണ്ടിരിക്കും. സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ ഡ്രസ്സൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കുകയെന്ന ഗൈസ്. ഇവിടെ ഇരിക്കാനൊക്കെ സൗകര്യം. ഒരാൾ ഇവിടെ പോസ്റ്റായിട്ട് ഇങ്ങനെ അനങ്ങാൻ നിൽപ്പുണ്ട്. അത് കൂട്ടുകാർ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ, അല്ലാതെ ഇറങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. ചൂടെടുക്കുന്നു ചൂട്. സ്വിമ്മിംഗ് സൂട്ടൊന്നും കൊണ്ടുവന്നില്ല, അല്ലെങ്കിൽ ഞാനും ഒന്ന് ഇറങ്ങാം. അമ്മയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ ആക്കുളം. ആ കുളത്തൊന്ന് ടൈം സ്പെൻഡ് ചെയ്യാണ് ബർത്ത്ഡേ ആയിട്ട്. ഈ കുളം, ആ കുളത്തുള്ള ഈ കുളമാണ് ഈ കുളം. ഒരു കുട പോലത്തെ സംഭവമുണ്ട്, പക്ഷെ അതിൽ യാതൊരു തരം വൃത്തിയും ഇല്ല, ഫുള്ളും തുരുമ്പെടുത്തിരിക്കുകയും. നമുക്ക് ഒന്ന് പെയിൻ്റൊക്കെ അടിച്ച് കുട്ടപ്പനാക്കി കൂടെ എന്നാണ് എൻ്റെ ചോദ്യം. സർക്കാരിൻ്റെ ആയതുകൊണ്ട് അവരിങ്ങനെയൊക്കെ ചെയ്യൂ. അങ്ങനെ ഒരാൾ കഴിഞ്ഞിട്ടത് കയറാൻ പോകുന്നു. 1 മണിക്കൂർ സ്വിമ്മിങ് യജ്ഞം അവസാനിച്ചിരിക്കുന്നു. ഈ സംഭവത്തിൽ കയറാൻ പറ്റിയില്ല, ആളില്ലാന്നും പറഞ്ഞ് കൊള്ളായിരുന്നു. പക്ഷെ കയറാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അകത്ത് കയറി ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇതിലേക്കൂടെ ഇങ്ങനെ പോകും. അപ്പോൾ ആ കുളം കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ കുറേ സാധനമൊന്നും വർക്കിംഗ് അല്ല, സോ ഇവിടെ ഒരാൾ വിഷമിച്ചിരിക്കും. പക്ഷെ നല്ല കാറ്റുണ്ട്, നല്ല സുഖം. അപ്പം ഇനി അങ്കിളിന് വെയിറ്റിംഗ് ആണ്. അങ്കിൾ വന്ന് നമ്മളെ പിക്ക് ചെയ്തോണ്ട് കൊണ്ടുപോകും. ഇതിന് തീറ്റ വിചാരിച്ചു. എനിക്ക് ഫുഡ് തരൂ, ഫുഡ് തരൂ. കഴിക്കുന്ന മേടിച്ചോണ്ട് വരും, നമുക്ക് വീട്ടിൽ പോയി. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.